ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണേ. ഈശ്വരൻ അച്ഛൻ്റെ രൂപത്തിൽ വന്ന് ഈ ചടങ്ങ് നടത്താനുള്ള സ്വർണ്ണമൊക്കെ എനിക്ക് തന്ന് എന്നെ സഹായിച്ചു. ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം നടക്കണം എന്ന് പറയുന്നു. അതുകൊണ്ട് ചന്ദ്രിക ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് നടക്കും. മഹേന്ദ്രൻ സാർ പറയാണ്, അച്ഛൻ പറയുന്നത് ശരിയാണ്. അതെ അതെ, സിദ്ധു എവിടെ? സിദ്ധു വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഇവിടെ പെണ്ണിന് മാത്രമേ ആഭരണങ്ങളൊക്കെ കൊടുക്കൂ, പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ചെറുക്കന് ഒന്നും കൊടുക്കില്ലേ? അപ്പോൾ ആരതി അത് കേട്ടിട്ട് പറയാണ്, ഓ. അപ്പോൾ മഹേന്ദ്ര സാറ്, അതിനെന്താ, തരാമല്ലോ. ലക്ഷ്മി സിദ്ധാർത്ഥിനുള്ളത് ഇങ്ങെടുത്തിട്ട് വാ, ഇപ്പോൾ കൊണ്ടുവരാട്ടാ. എൻ്റെ അങ്കിളെ, ഞാൻ തമാശക്കല്ലേ പറഞ്ഞത്, അങ്കിള് ശരിക്കും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇതൊക്കെ ചടങ്ങാടാ, ഇതൊക്കെ ചെയ്തിട്ടേ വിവാഹം നടത്താൻ പാടുള്ളൂ. ഇതാ. അപ്പോൾ മഹേന്ദ്ര സാർ വാങ്ങിച്ചിട്ട് പറയാണ്, ജാനകി, ഇതാ പയ്യനുള്ളത്. ചന്ദ്രികെ, നീ പോയി പുതിയ സാരിയൊക്കെ ഉടുത്ത് ഈ ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ട് ഇങ്ങോട്ട് വാ മോളെ, മുത്തശ്ശൻ പറയാം. ശരി മുത്തശ്ശ. മോനെ സിദ്ധു, നീയും പോയി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഈ ആഭരണങ്ങളൊക്കെ ധരിച്ച് ഉടൻ വാ. ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും ഒരു മത്സരം നടത്താൻ പോവാ. അത് കേട്ടിട്ട് ആരതി ഒതിക്കാണ്, ചന്ദ്രികയും ഒരു വല്ലാത്തായി. എന്താ മുത്തശ്ശ, മത്സരോ? അതേ മോളെ. എന്ത് മത്സരമാണ് മുത്തശ്ശ? ആരതി ചോദിക്കുക. പെണ്ണും ചെറുക്കനും നന്നായി ഒരുങ്ങിയിട്ട് ഇങ്ങോട്ട് വരട്ടെ, അപ്പം പറയാം. ചന്ദ്രികെ, സിദ്ധു, രണ്ടുപേരും ഒരുങ്ങിയിട്ട് വേഗം വാ. ഓ ചന്ദ്രികയെ, ചെല്ല്, റെഡിയായിട്ട് വാ. ആരതിയും പറയാണ്, പോ റെഡിയായിട്ട് വാ. അവർ പോയി കഴിഞ്ഞപ്പോൾ ആരതി വീണ്ടും പറയാണ്, മുത്തശ്ശ, എന്തോ വലിയ സംഭവമാണല്ലോ പ്ലാൻ ചെയ്തിരിക്കുന്നേ. അവർ മാറ്റിയിട്ട് വരട്ടെ, അപ്പോൾ പറയാം. പിന്നെ കാണിക്കുന്നത് മേഘ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാത്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് പറയാണ്, മാഡം, നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നു. മേഘ അകത്ത് കയറിയിട്ട് പറയാണ്, ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ് മാം, സിറ്റ് ഡൗൺ. പറയൂ മേഘ, എന്താ പ്രശ്നം നിങ്ങൾക്ക്? കുറച്ച് ദിവസമായിട്ട് വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ട്. എപ്പം നോക്കിയാലും തലകറക്കം പോലെ. ഒട്ടും വിശപ്പ് തോന്നുന്നില്ല. ബോഡി ടയേർഡ്സാണ്. പീരീഡ്സ് ആണെങ്കിൽ കുറച്ചായി ആയിട്ട്. അതെയോ, ഓക്കെ എന്ന് പറഞ്ഞ് ഡോക്ടർ സ്റ്റെതസ്കോപ്പൊക്കെ എടുത്ത് പരിശോധിക്കുകയാണ്. ഡോക്ടർ ബോഡി മൊത്തം സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിച്ചു കഴിഞ്ഞു. അതിനുശേഷം സിസ്റ്ററോട് പറയാണ്, സിസ്റ്റർ ഒന്ന് BP നോക്കിയേ. ഓക്കെ ഡോക്ടർ. 130 ഡോക്ടർ. ഓക്കെ. ഇനി അത് റിമൂവ് ചെയ്തോ. ഓക്കെ ഡോക്ടർ. സിസ്റ്റർ, ഇത് ലാബിൽ കൊണ്ടുപോയി ഈ ടെസ്റ്റൊക്കെ ചെയ്യണം. ഓക്കെ ഡോക്ടർ. മേഘ പറയാണ്, ഒരു മിനിറ്റ്, എന്ത് ടെസ്റ്റാണ് ഡോക്ടർ? നോർമൽ ടെസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം. നിങ്ങൾ ലാബിൽ ചെന്ന് ബ്ലഡിൻ്റെയും യൂറിൻ്റെയും സാമ്പിൾ കൊടുത്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. പിന്നെ ഒരു സ്കാനിങ്ങും ഉണ്ട്. റിപ്പോർട്ട്സ് വന്നത് ഉടൻ ഞാൻ വിളിക്കാം. ശരി ഡോക്ടർ, വരൂ. താങ്ക് യു ഡോക്ടർ. ശരി. അങ്ങനെ ലാബിൽ കൊണ്ടുപോയി ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതിനുശേഷം യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം, ഒരു ബോട്ടിൽ കൊടുത്തിട്ട് പറയാണ്, ഇതിൽ യൂറിൻ എടുത്തിട്ട് വരൂ, സാമ്പിൾ. സിസ്റ്റർ, ഇതാ യൂറിൻ, ഇവിടെ വെച്ചോളൂ. ഇനി മാഡം വെയിറ്റ് ചെയ്തോളൂ. റിപ്പോർട്ട്സ് വന്നാൽ ഡോക്ടർ വിളിച്ചോളും. ഡോക്ടർ, ഇതാ ടെസ്റ്റ് റിസൾട്ട്. അവരോട് വരാൻ പറയൂ. ഓക്കെ ഡോക്ടർ. മാഡത്തെ ഡോക്ടർ വിളിക്കുന്നുണ്ട്. ശരി. ഇരിക്കൂ. താങ്ക്സ്. റിപ്പോർട്ട്സ് എല്ലാം വന്നോ ഡോക്ടർ? വന്നു, അതാ നിങ്ങളെ വിളിപ്പിച്ചത്. നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട് റിപ്പോർട്ട് പ്രകാരം നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേമായി. മേഘ ഒരു ഞെട്ടലോടെയാണ് അത് കേട്ടത്. ഡോക്ടർ, എന്തായി പറയുന്നേ? ഞാൻ പ്രഗ്നൻ്റ് ആണെന്നോ? അതെ, നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട് പ്രകാരം 62 ദിവസം പ്രായമുള്ള കുട്ടി നിങ്ങളുടെ വയറ്റിൽ വളരുന്നുണ്ട്. ഡോക്ടർ, ഇതെന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൺസീവ് ആണെന്നോ? അതിന് ഒരു സാധ്യതയില്ല ഡോക്ടർ. ഞാനും എൻ്റെ ഹസ്ബൻഡും സെപ്പറേറ്റ് ആയിട്ട് മൊത്തം 3 വർഷമായി. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കൺസീവ് ആണെന്നുള്ള റിപ്പോർട്ട് വന്നത്? ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? ഓ ഇല്ല ഡോക്ടർ, അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെയാ? അതെനിക്ക് അറിയില്ല ഡോക്ടർ. നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോൾ എവിടെയാ? അദ്ദേഹം UK-യിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക്. മേഘ
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഡ്രിങ്ക്സ് കഴിക്കുന്ന ശീലമുണ്ടോ? ഈ അടുത്തൊന്നും ഡ്രിങ്ക്സ് കഴിച്ചിട്ടില്ല. നിങ്ങൾ ഈ അടുത്തായിട്ട് ഫ്രണ്ട്സുമായിട്ട് മീറ്റിങ്ങിനോ മറ്റോ പോകാറുണ്ടോ? ചിലപ്പോഴൊക്കെ പോകാറുണ്ട് മാഡം. അങ്ങനെയുള്ള സമയത്ത് നിങ്ങളെ ആരോ മിസ്യൂസ് ചെയ്തതാണ്. എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ചിന്തിച്ച് നോക്ക്. എന്തായാലും ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് എഴുതിയിട്ടുണ്ട്, അത് മറക്കാതെ വാങ്ങിക്കുകയും കഴിക്കുകയും ചെയ്യണം. മേഘ പുറത്തിറങ്ങി. അതിനുശേഷം ചിന്തിക്കുകയാണ്, ഞാൻ അറിയാതെ ഞാൻ എങ്ങനെയാണ് ഗർഭിണിയായത്? എങ്ങനെയായിരിക്കും നടന്നത്? മേഘ ഓർക്കാണ് ഡോക്ടർ ചോദിച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഡ്രിങ്ക്സ് കഴിക്കുന്ന ശീലമുണ്ടോ? നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് സോഷ്യൽ ഗെറ്റ് ടുഗദർ കഴിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് നിങ്ങളെ ആരോ മിസ്യൂസ് ചെയ്തതാണ്. ഞാൻ അവസാനമായിട്ട് പവിത്രയുടെ ഗെറ്റ് ടുഗദർ പരിപാടിക്കല്ലേ പോയത്? ആ പാർട്ടിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? പാർട്ടി നടന്ന സ്ഥലത്ത് നേരിട്ട് പോയി അന്വേഷിച്ചാൽ എന്താ നടന്നത് എന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ അങ്ങോട്ട് പോകാം. മേഘ ഓട്ടോയ്ക്ക് കാത്തു നിന്ന് അങ്ങനെ ഓട്ടോ കിട്ടി. അതിനുശേഷം അവിടേക്ക് പോവുകയാണ്. മേഘ അവിടെ എത്തി. അവിടെ മറ്റുള്ളവരൊക്കെ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ മാനേജറായിരിക്കുന്നയാൾ ഓരോരുത്തരോടത്തും പോയി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേഘയെ കണ്ടു. അപ്പോൾ മേഘ വിളിക്കുകയാണ്, സാർ. പറയൂ മാഡം, എനിക്ക് അല്പം സാറിനോട് സംസാരിക്കണം. ഒന്നുമില്ല, ഒരു ചെറിയ എൻക്വയറി. എന്താ കാര്യം? 2 മാസം മുമ്പ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെ ഒരു പാർട്ടിക്ക് വന്നില്ലേ? അതെ. അപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ മേഘ അദ്ദേഹത്തോട് പറയാണ്. പാർട്ടിയുടെ അന്ന് റെക്കോർഡായ CCTV ഫുട്ടേജ് എനിക്കൊന്ന് തരുമോ? ഇത് ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും സാർ. സോറി മാഡം, ഓണറിൻ്റെ അടുത്ത് ചോദിക്കാതെ CCTV ഫുട്ടേജ് ഒന്നും തരാൻ പറ്റില്ല. അതിനുള്ള പെർമിഷൻ ഇല്ല. ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഓണറിനോട് പറഞ്ഞ് ആ CCTV ഫുട്ടേജ് എനിക്ക് തന്നാൽ മതി. പ്ലീസ് സാർ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ശരി മാഡം, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യൂ. ഞാൻ ഓണറിനോട് ചോദിച്ചിട്ട് വരാം. താങ്ക് യു. ആ സമയത്തും മേഘ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേമായി. നിങ്ങളുടെ സ്കാനിംഗ് റിപ്പോർട്ട് പ്രകാരം 62 ദിവസം പ്രായമുള്ള കുഞ്ഞ് നിങ്ങളുടെ ഉദരത്തിൽ വളരുന്നുണ്ട്. നിങ്ങൾക്ക് CCTV ഫുട്ടേജ് തരാമെന്ന് ഞങ്ങളുടെ ഓണർ സമ്മതിച്ചു. താങ്ക് യു. നിങ്ങൾക്ക് ഏത് വീഡിയോ ക്ലിപ്പ് വേണമെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ആ ഫുട്ടേജ് ഞാൻ കോപ്പി ചെയ്ത് തരാം. എൻ്റെ കൂടെ വരൂ. മേഘയ്ക്ക് സന്തോഷമായി. ഇതാ നോക്കൂ, നിങ്ങൾ പാർട്ടിക്ക് വന്നത് മുതൽ ഉള്ള എല്ലാ വീഡിയോസും ഇതിലുണ്ട്. നിങ്ങൾക്ക് ഏത് വീഡിയോ ക്ലിപ്പ് വേണം എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ കോപ്പി ചെയ്ത് തരാം. പ്ലീസ് പ്ലേ ചെയ്യൂ, ഞാൻ പറയാം. ഓക്കെ. കുടിച്ചിട്ട് ഇത്ര മോശമായിട്ടാണോ ബിഹേവ് ചെയ്തത്? മേഘ കുടിച്ച് ലക്കിക്കെട്ട് അവിടെ വീഴുന്നതാണ് കാണുന്നത്. അതിനുശേഷം എടുത്തുകൊണ്ട് പോകുന്നത് സിദ്ധു ആണ്. അപ്പോൾ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, സിദ്ധു എന്തിനാണ് എന്നെ എടുത്തുകൊണ്ട് പോകുന്നത്? എന്നെ കണ്ടാൽ തന്നെ മാറിപ്പോകുന്ന സിദ്ധു എന്നോട് ഇത്രയും അടുത്ത് ഇടപഴകിയെങ്കിൽ ഞാൻ അൺകോൺഷ്യസ് ആയത് മുതലെടുത്ത് സിദ്ധു ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ. സാർ, ഈ വീഡിയോ ക്ലിപ്പെല്ലാം ഈ ഫോണിലേക്ക് കോപ്പി ചെയ്ത് തരാൻ പറ്റുമോ? ശരി, ഇങ്ങ് തരൂ. ഇതാ മാഡം, ഇതിൽ എല്ലാം കോപ്പി ചെയ്തിട്ടുണ്ട്. താങ്ക് യു സാർ. ഓക്കെ മാഡം, സാരമില്ല. സിദ്ധു നന്നായിട്ട് ഒരുങ്ങിയിട്ട് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, വാ മോനെ, വാ 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 വാ. മോൻ റെഡിയാണല്ലോ അല്ലേ? അതിന് പിന്നാലെ ആരതി ചന്ദ്രികയെയും നന്നായിട്ട് ഒരുക്കിയിട്ട് കൊണ്ടുവരികയാണ്. അപ്പോഴേക്കും മേഘ വന്ന് ഓട്ടോയിൽ ഇറങ്ങുകയാണ്. എന്നിട്ട് അവിടെയുള്ള സെക്യൂരിറ്റിയോട് പറയാണ്, മാഡം. എന്താ മാഡം? പറയണം മാഡം. 2 മാസങ്ങൾക്ക് മുമ്പ് മുത്തശ്ശിയും അമ്മാവനും ഒരു ക്ഷേത്രത്തിലേക്ക് പോയില്ലേ? അത് ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട്. അന്ന് പാർട്ടിയിൽ നിന്നും സിദ്ധു എന്നെ കൂട്ടിക്കൊണ്ട് വന്നായിരുന്നില്ലേ? പറയൂ മാഡം, അന്ന് കാറിൽ നിന്നും സിദ്ധു എന്നെ എങ്ങനെയാണ് കൂട്ടിക്കൊണ്ട് പോയത്? പിന്നെ ആ സെക്യൂരിറ്റി അന്നുണ്ടായ സംഭവങ്ങളൊക്കെ മേഘയോട് വിശദമായിട്ട് സംസാരിച്ചു. അപ്പോൾ വീട് വരെ സിദ്ധു ആണ് എന്നെ എടുത്തുകൊണ്ട് പോയത്. ശരി, വളരെ നന്ദി. സിദ്ധു തന്നെയായിരിക്കും എന്നോട് മോശമായിട്ട് പെരുമാറിയത്. എന്നോട് പകരം വീട്ടാൻ അവന് മോശമായിട്ട് പെരുമാറാലോ. അപ്പോൾ സിദ്ധു തന്നെയായിരിക്കും ഇതിന് പിന്നിൽ. മേഘ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ദേഷ്യത്തോടെ ചന്ദ്രികയുടെ വീട്ടിൽ പോയി ഗേറ്റൊക്കെ ചവിട്ടി തുറക്കുകയാണ്. സിദ്ധാർത്ഥ് ഒരു ജെന്റിൽമാനാണെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത്. പക്ഷേ അവൻ എന്നോട് കാണിച്ചത് വളരെ വലിയ തെറ്റാ. ആണുങ്ങളാരും ഇക്കാര്യത്തിൽ യോഗ്യരല്ല എന്നാ തോന്നുന്നത്. ഞാൻ കുടിച്ച് ലെവൽ തെറ്റി ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവനത് ചെയ്തത്? അളവില്ലാതെ മദ്യപിച്ചു. ഞാൻ വല്ലാത്ത പ്രശ്നത്തിലാണല്ലോ ചെന്ന് പെട്ടത്. എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയില്ലല്ലോ.
മേഘ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് അടുക്കളയിൽ പോയിട്ട് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് പുറത്തു കൊണ്ടുവന്ന് മുഖമൊക്കെ കഴുകുകയാണ്. ഞാൻ ഗർഭിണിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞാൽ എല്ലാവരും എന്നെ എത്ര മോശമായിട്ടായിരിക്കും കാണുക. മേഘ അവിടുന്ന് ഒരു ടവലെടുത്ത് മുഖമൊക്കെ തുടച്ചു. അതിനുശേഷം വീണ്ടും സിദ്ധു അന്ന് എടുത്തുകൊണ്ടുവന്ന ആ രംഗം മനസ്സിൽ ഓർക്കുകയാണ്. ഞാൻ സിദ്ധാർത്ഥിനോട് അടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവൻ എന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് പിന്മാറുകയായിരുന്നു. അങ്ങനെയുള്ളവൻ എങ്ങനെയാ എന്നോടിത് ചെയ്തത്? തീർച്ചയായിട്ടും എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവൻ നല്ലവനാണോ ദുഷ്ടനാണോ എന്ന് മനസ്സിലാവുന്നില്ല. അവൻ എന്നോടിങ്ങനെ ചെയ്തതിനുള്ള കാരണം അവന് എന്നോടുള്ള പകയാണോ, അതോ ഞാൻ അവനെയും കുടുംബത്തെയും അപമാനിച്ചു എന്നുള്ള ദേഷ്യത്തിൽ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതാണോ? ഇതെങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്? മുത്തശ്ശ, ചെക്കനും റെഡി, പെണ്ണും റെഡി. ഇനി മുത്തശ്ശൻ പറഞ്ഞ ആ മത്സരമില്ലേ, അത് ചെയ്തോളൂ. ശരി മോളെ, ഇപ്പം തന്നെ തുടങ്ങാം. മുത്തശ്ശ സൂക്ഷിച്ച്. മോനെ ആകാശ്, ഞാൻ ആ ടേബിളിൻ്റെ മേലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അത് പോയി എടുത്തുകൊണ്ട് വാ. ശരി മുത്തശ്ശ. മുത്തശ്ശ, എന്ത് ഗെയിമാണെന്ന് എന്നോടെങ്കിലും പറ പ്ലീസ്. നിൽക്ക്, ധൃതി പിടിക്കണ്ട. ആകാശ്, എന്താ എന്താ? മോളെ ഇങ്ങോട്ട് വാ. ഈ കുടുക്കയ്ക്കുള്ളിൽ 10 ചീട്ടുകൾ ഉണ്ട്, നറുക്ക് ചീട്ടുകൾ. പെണ്ണും ചെറുക്കനും ഓരോന്ന് വീതം മാറി മാറി എടുക്കണം. അതിൽ എന്താണോ എഴുതിയിരിക്കുന്നത് പെണ്ണും ചെറുക്കനും അതുപോലെ ചെയ്യണം. ഏയ് വാവ്! ആരതി സന്തോഷത്തോടെ ചിരിക്കുക. ഇത് കേട്ട് ചന്ദ്രികയും സിദ്ധുവും വല്ലാതായി. എന്തായിരിക്കും എന്ന് കരുതിയിട്ട് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രികയുടെയും സിദ്ധുവിൻ്റെയും നല്ല ഡാൻസാണ്. അതേസമയം മേഘ ആലോചിച്ചുകൊണ്ട് അവിടത്തേക്ക് വരികയാണ്. ഞാൻ എങ്ങനെയാണ് ഗർഭിണിയായത്? സിദ്ധാർത്ഥ് തന്നെയായിരിക്കും ഇതിന് കാരണം. സിദ്ധാർത്ഥിനോട് തന്നെ ചോദിക്കണം. അപ്പോഴേക്കും സിദ്ധുവും ചന്ദ്രികയും താലിയും മാലയും ഒക്കെ ഇടുകയാണ്. അപ്പോഴാണ് മേഘ കയറി വന്നിട്ട് പറയുന്നത്, നിർത്ത്, ഗർഭിണിയാണ്, സിദ്ധുവാണ് അതിന് കാരണം. അത് കേട്ട് ചന്ദ്രികയും സിദ്ധുവും മാത്രമല്ല അവിടെ കൂടിയിരിക്കുന്നവരെല്ലാം ഞെട്ടുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.